ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഗോവയിലാണ്. അതെ, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കണതാണ്. നാജുദ്ദീൻ നെവയ്ക്കാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത്. ഞങ്ങൾ ഗോവയിൽ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല അടിപൊളി കപ്പിൾസാണ്, നല്ല അടിപൊളി ഫാമിലിയാണ്, നല്ല ചില്ലിങ്, നല്ല വൈബാണ്. ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. അന്ന് തന്നെ പാർക്കിലൊക്കെ പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അതെ, അടിച്ചു പൊളിച്ച് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടാവുന്നില്ല. അതെ, നജിത്താക്ക് 3 മക്കളാണ്. അതെ, സ്പെക്സ് വെച്ചിട്ടുള്ള ആളാണ് മൂത്ത മോള്. തൊപ്പി വെച്ച് നിൽക്കുന്നത് ഇളയ ആളാണ്. പിന്നെ ക്യാമറ എടുക്കുന്നതാണ് മോന്. അങ്ങനെ 3 മക്കളാണ്. അതെ, നാദു, സനു, നാദു, ദിലു അങ്ങനെയാണ് വിളിക്കാറ് അവരെ. ഞങ്ങൾ അവിടുത്തെ ഫേമസ് ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ് പോയത്. ചർച്ചിൽ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ മലയാളീസ് ഉണ്ടായിരുന്നു, കുറേ ഇംഗ്ലീഷുകാർ, പല പല സ്റ്റേറ്റ്സിൽ നിന്നും ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതെ, സനു ഒരു യൂട്യൂബർ കേട്ടോ. അവളുടെ ചാനലാണ് 5 Ends World. അങ്ങനെ ഞങ്ങൾ അവിടെ അവർ മൊത്തം ഞങ്ങളെ കൊണ്ടുപോയി കറക്കി. അവിടുന്ന് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഇവിടെ നോക്കാം. നമ്മളിത് കോട്ടയിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ബീച്ചിലേക്ക് കൂടെ ഇങ്ങനെ കറങ്ങാം. കോട്ടയിൽ ഇറങ്ങിയിട്ട് നേരെ ബീച്ച് ഇതാണ്. മോളിൽ ഇങ്ങനെ വയ്ക്കാമോ? പക്ഷെ ബാക്കിയാ ചെരുപ്പിട്ടിട്ടാ വള്ളത്തിലേക്ക് ഇറങ്ങണ്ട. ഇരിക്കട്ടെ. അങ്ങോട്ട് എന്താ രസം. അങ്ങനെ ഗോവൻ ബീച്ചിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു മാളിൽ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള മാൾ ഏതാണ്? മൾഡി ഗോവ മാളിലാണ്. അപ്പോൾ മാളില് നമ്മളെ മാളിൻ്റെ അവിടെ ഒന്നും എത്തൂല. അത് വേറെ ചെറിയ മാള്. നമ്മളെ ഗമ്പം മാളല്ല, നമ്മളെ കേരളത്തിലെ മാൾ. ഇത് ചെറുത്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ബാഗ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെവക്കാണ്ട് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ബാഗ ബീച്ചിലാണ് ഗോവയിൽ. ഭയങ്കര തിരക്കാണ്, അപ്പോൾ ജനക്കായിട്ട് നല്ല രസമാണ് സംഭവം. വമ്പൻ തിരക്കാണ്. പിന്നെ വൈകുന്നേരം കാഴ്ചകൾ കണ്ടെങ്കിൽ നേരെ നൈറ്റ് കലങ്കോട് ബീച്ചിലേക്ക് പോയി. ഹലോ, അപ്പോൾ നമ്മൾ അടുത്ത ബീച്ച് കലങ്കോട്ട് ബീച്ച്. നല്ല അടിപൊളി. നൈറ്റ് ഭയങ്കര വൈബാണ്. ഭയങ്കര വൈബാണ്. ബാക്ക് കണ്ട. അങ്ങനെ കലങ്കോട് ബീച്ചിൽ ഇതാ നൈറ്റ് ഒരു വൈബുമില്ല. ഭയങ്കര രസം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ ഇവിടുത്തെ പൂരപ്പറമ്പ് എന്താ അതാണ്. അതാ അവിടെ എന്താണ് ബീച്ചിന്റെ സൈഡാണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ലെ ശരിക്കും നമ്മളൊരു പൂരപ്പറമ്പിലേക്ക് ചെന്ന പൂരപ്പറമ്പ് പറഞ്ഞാൽ തൃശ്ശൂർ പൂരൊക്കെ അല്ലാതെ ഭയങ്കര പൂരപ്പറമ്പ് കേട്ടോ. ഫുള്ള് എല്ലോൻ്റെ മുന്നിൽ ഫുള്ള് ബാറാണ്. പിന്നെ DJ പാർട്ടി, പബ്ബ്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഞങ്ങളൊരു പബ്ബിൽ കയറി. ഫുൾ ഡാൻസും കാലൊക്കെ ഉണ്ടോ. ഞങ്ങൾ DJ പാർട്ടി കയറി. നൈറ്റ് ഭയങ്കര രസമായിരുന്നു. കിടിലൻ പാർട്ടിയായിരുന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കഴിയാൻ നേരത്തെ പോകുന്നത്. കാരണം ഗോവയാണ്. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നുമല്ല. അവിടെ ഒരു 8-9 മണിയെന്നുണ്ടെങ്കിൽ ഫുൾ ആരും ഉണ്ടാവില്ല പുറത്ത്. കടകളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഫുൾ ഫുൾ ഒഴിവായിരിക്കും. നമ്മുടെ ഇവിടെ പറഞ്ഞാൽ 10 മണി 11 മണി 12 മണിക്കും റോഡിലെ ആൾക്കാരുണ്ടാകും. അവിടെ മാക്സിമം ഒരു 8 to 9 എല്ലാവരും കയറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ എത്തണം വെച്ചിട്ട് വേഗം പോകുന്നു അവിടുന്ന്. അതെ, അങ്ങനെ എല്ലാവരും വൈകുന്നേരം ഇതേമാതിരി പബ്ബിലും ഇതിലൊക്കെ കയറി ഡാൻസും പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് പിന്നെ അങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങും. റോട്ടിലൊന്നും ആളുണ്ടാവില്ല. അങ്ങനെ നമ്മളും കണ്ടോ എൻ്റെയൊക്കെ ഡാൻസ് കണ്ടോ തകർത്ത്. വെറുതെ ഒന്ന് കയറിയതാ. അവർ വിടുന്നില്ല. പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഞാൻ പോരാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവർ വിടുന്നില്ലേ.
അപ്പോൾ ഗോവൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അതെ, ഞങ്ങൾ ഗോവയിൽ അടിച്ചു പൊളിച്ച്. താങ്ക് യു നാജിത്താനെ വെക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.